ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ പഠിച്ചത് എന്തുവരെയാണ്? പ്രിയാമ്പിൾ വരെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിറ്റിസൺഷിപ്പാണ്. സിറ്റിസൺഷിപ്പ് എന്നാൽ പൗരത്വം എന്നാണ്. ഇത് നമുക്ക് കുറച്ച് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാം. കാരണം ഇത് നമ്മൾ വെറുതെ പഠിച്ചാൽ പോലെ വരികൾക്കിടയിലൂടെ പഠിക്കണം. കാരണം ഇതിന്ന് ഒരുപാട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ്, എന്താണ് നമ്മുടെ പൗരത്വം? ഇതൊന്നും പഠിക്കുന്നതിന് മുന്നേ നമ്മുടെ ഭരണഘടന നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ഇത്രയും പേജുള്ള ഒരു ഭരണഘടന ആയിരിക്കും നമുക്കുള്ളത്. അതായത് ന്യൂമറസ് പേജസ് കാണും. കാരണം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ എങ്ങനെ ഭരിക്കപ്പെടണമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തെ ഏറ്റവും ഫസ്റ്റ് പാർട്ട് ഒറ്റ പേജ് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പ്രീആമ്പിളാണ്. ഈ പ്രീആമ്പിളിനെ പറ്റി പറയുന്നതാണ് ഫസ്റ്റ് പേജ്. അതായത് നമ്മുടെ പ്രിഫൈസ് ആണ്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് എന്ത്? പ്രിയാമ്പിൾ അഥവാ ആമുഖം. ഇനി രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ യൂണിയനെ പറ്റിയും അതിൻ്റെ അതിർത്തികളെ പറ്റിയാണ്. അതായത് ഇതിനകത്ത് ഏറ്റവും 1 മുതൽ 4 വരെയുള്ള കാര്യങ്ങൾ, 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഈ പാർട്ടിൽ പഠിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരുപാട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 25 പാർട്സ് ആണുള്ളത്. നിലവിൽ വരുന്ന സമയത്ത് 22 പാർട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ലാസ്റ്റ് പാർട്ട് 22 എന്നുള്ള നമ്പർ തന്നെയാണുള്ളത്. ഇതിനിടയ്ക്ക് B എന്നൊക്കെ ചേർത്തിട്ടാണ് ബാക്കി 3 പാർട്ടിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 1 പറയുന്നത് 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളാണ്. ഈ 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളിൽ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള 2 ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാമത്തത് 1ഉം 3ഉം. ഒന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് ഇന്ത്യൻ യൂണിയന്റെ പേരും അതിൻ്റെ അതിർത്തിയെ പറ്റിയാണ്. ഇന്ത്യൻ യൂണിയന്റെ പേരിനെ പറ്റിയും അതിർത്തിയെ പറ്റിയാണ്. എന്തായാലും നമ്മുടെ ഒരു ആമുഖം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇന്ത്യ എന്നാണ് പറയുന്നത്, ഇന്ത്യ എവിടെയൊക്കെയാണ് ഉൾക്കൊള്ളുന്നു, അത് പാർട്ട് 1 പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് ഇന്ത്യൻ യൂണിയന്റെ പേരും അതിൻ്റെ അതിർത്തിയെ പറ്റിയിട്ടാണ്. ഇനി മൂന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ പറ്റിയും നിലവിലുള്ള സംസ്ഥാനത്തിന്റെ അതിർത്തി, പേര് എന്നിവയിലുള്ള മാറ്റം വരുത്തലിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണ്? സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനെ പറ്റിയും ഇനി അതിനെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റത്തിനെ പറ്റിയിട്ടും പറയുന്നത്, അതെങ്ങനെ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് മൂന്നാമത്തെ ആർട്ടിക്കിൾ. നമ്മുടെ ഈ ക്ലാസ്സിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പാർട്ടാണ് പാർട്ട് 2. നമ്മൾ ഇന്ന് ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 2നെ പറ്റിയിട്ടാണ്. സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടാണ് പാർട്ട് 2ൽ പറയുന്നത്. ഇന്ത്യൻ പൗരനാകാൻ വേണ്ടതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് പാർട്ട് 2ലാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളാണ്. ഇതങ്ങനെ ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ച് കണ്ടിട്ടില്ല PSC എക്സാമുകൾക്കൊന്നും. സോ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് ഏത് പാർട്ടിലുള്ളതാണ്? സെക്കൻഡ് പാർട്ടിലുള്ളതാണ്. അത് പറയുന്നത് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടാണ്. ഇനി നമ്മുടെ ഭാഗങ്ങളിൽ, അതായത് പാർട്ട് 2ൽ മാത്രമല്ല സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. 1955 പാർലമെന്റ്, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കി, സിറ്റിസൺഷിപ്പ് ആക്ട്. അതായത് പൗരത്വ നിയമം പാസാക്കി. ഈ പൗരത്വ നിയമം അനുസരിച്ചിട്ടും പാർട്ട് 2 അനുസരിച്ചിട്ടുമാണ് നമ്മുടെ പൗരത്വം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ പൗരത്വം എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നതിന് പ്രധാന പങ്കുള്ളത് ഒന്നാമത്തത് പാർട്ട് 2 ആണ്. പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഉള്ളതാണ്. പിന്നെ സിറ്റിസൺഷിപ്പ് ആക്ട് അഥവാ പൗരത്വ നിയമം, ഇത് പാസാക്കിയ വർഷം 1955 ഈ 2 കാര്യങ്ങൾ പ്രകാരവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പൗരത്വത്തെ പറ്റിയിട്ട്. നമുക്കത് നോക്കാം. അതിനാണ് ഞാൻ കോഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആവാറുണ്ട് പലപ്പോഴും. ഓക്കെ, നോക്കാം.
സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നമുക്കുള്ള ഓരോ ഇന്ത്യനും സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഉള്ളത്. അതായത് ഏക പൗരത്വം ആണ് ഉള്ളത്. അതായത് നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള നമ്മുടെ സിറ്റിസൺഷിപ്പ് ചോദിച്ചാൽ ഏതാണ്, നമ്മൾ നാഷണാലിറ്റി ചോദിച്ചാൽ നമ്മൾ ഇന്ത്യൻ ആണ്. അല്ലാതെ നമുക്കൊരു വേറൊരു സിറ്റിസൺഷിപ്പ് നമുക്കില്ല. അതായത് ഇനി നമ്മൾ USA കേസ് എടുക്കുകയാണെങ്കിൽ USA എന്തുണ്ട്, ഡബിൾ സിറ്റിസൺഷിപ്പാണ്. USA എന്നുള്ള രാജ്യത്ത് പിന്നെ അതിനകത്തുള്ള സ്റ്റേറ്റ്സിലെ ഈ സ്റ്റേറ്റ്സിനകത്ത് ഓരോ സ്റ്റേറ്റിലും മെമ്പർ ആണെങ്കിൽ അവർക്ക് സ്റ്റേറ്റിന്റെ സിറ്റിസൺഷിപ്പ് കൂടെ കിട്ടും. അങ്ങനെ ഡബിൾ സിറ്റിസൺഷിപ്പാണ് അവർക്കുള്ളത്. പക്ഷേ ഇന്ത്യ ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത് ബോറോ ചെയ്തിരിക്കുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്, മറക്കണ്ട. ഓക്കെ, ഇനി നമ്മുടെ സിറ്റിസൺഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ് ഉണ്ട്. എനിക്ക് എങ്ങനെയാണ് ഞാൻ എങ്ങനെ ഇന്ത്യൻ പൗരനായി എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ എന്താണ്, ബൈ ബർത്ത് ആണ്. ബൈ ബർത്ത്, നമ്മൾ ഇവിടെയാണ് ജനിച്ചത്, അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ പൗരനായി. അതായത് മൊത്തം 5 മെത്തേഡിലൂടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാൻ പറ്റും. അതായത് ഇന്ത്യൻ പൗരത്വം നേടാൻ 5 മെത്തേഡാണുള്ളത്. ഇത് ഒരിക്കലും മറക്കരുത്, കാരണം എക്സാംസിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എത്ര മെത്തേഡാണ് അക്വിസിഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മെത്തേഡ് ഉണ്ട്? 5 മെത്തേഡാണുള്ളത്. ഈ മെത്തേഡ് പഠിക്കാനുള്ള കോഡാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, BD റാണി. ഇതാണ് BD റാണി. ഓക്കെ, BD റാണി എന്താണെന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ ആ 5 മെത്തേഡ് ഒന്ന് പഠിക്കാം. ഒന്നാമത്തേത് ബൈ ബർത്ത്. ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നിങ്ങളും ജനിച്ചവർ ഇന്ത്യക്കാരായിരിക്കും, ഇന്ത്യയിലാണ്. സോ നമ്മളെല്ലാം 1950 ജനുവരി 26, അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ജനിച്ച ഏതൊരാൾക്കും ജന്മന ഇന്ത്യയിലെ പൗരനായിരിക്കും. ഇതാണ് പറയുന്നത് ബൈ ബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുകയാണ് എക്സാമിന്, നിങ്ങൾ ഏത് മെത്തേഡിലൂടെയാണ് സിറ്റിസൺഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്, ബൈ ബർത്ത് ആണ്. ഇനി അടുത്തത് ബൈ ഡെസെന്റ്. എന്താണ് ബൈ ഡെസെന്റ്? ബൈ ഡെസെന്റ് എന്ന് വെച്ചാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. ഓക്കെ, പിന്തുടർച്ച വഴിയുള്ള പൗരത്വമാണ്. അതെങ്ങനെയാണ്? 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരാൾക്ക് അയാൾ ജനിച്ച സമയത്ത് അയാളുടെ പിതാവ് ഇന്ത്യയിലെ ഒരു പൗരനായിരുന്നെങ്കിൽ പിന്തുടർച്ച അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതായിരിക്കും. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ജനിച്ച സമയത്ത് ഞാൻ ജനിച്ചത് ഇപ്പോൾ എവിടെയാണ്? UAE-യിലാണ്. ഓക്കെ, ഞാൻ ജനിച്ചത് UAE-യിലാണ്. പക്ഷെ ആ സമയത്ത് എൻ്റെ അച്ഛന് അവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ അച്ഛൻ എന്താണ്, ഇന്ത്യൻ പൗരനാണെങ്കിൽ എനിക്ക് അച്ഛൻ്റെ പിന്തുടർച്ച വെച്ചിട്ട് എവിടത്തേക്ക് നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബൈ രജിസ്ട്രേഷൻ വഴിയും പറ്റും. അതായത് ഭരണഘടനയിലെയോ 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇന്ത്യൻ പൗരനായി തീരാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഏതൊരാൾക്കും രജിസ്ട്രേഷൻ വഴി പൗരത്വം ആർജിക്കാവുന്നതാണ്. അതായത് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊരു എക്സാമ്പിളായിട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സോണിയാഗാന്ധി നമുക്കറിയാം ഇറ്റലിയുടെ പൗരത്വമുള്ള ആളായിരുന്നു. അപ്പോൾ ഇറ്റലിയുടെ പൗരത്വം എന്തായി? ഇന്ത്യൻ പൗരത്വം നേടി ഇന്ത്യൻ പൗരനായിട്ട് മാറിയത് ബൈ രജിസ്ട്രേഷൻ വഴിയാണ്. ഇതും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോണിയാഗാന്ധി ഏത് മെത്തേഡിലൂടെയാണ് സിറ്റിസൺഷിപ്പ് നേടിയതെന്ന്? ബൈ രജിസ്ട്രേഷൻ വഴിയാണ്. ഓക്കെ, അത് നമ്മുടെ പിന്നെ എന്താണ്, രാജീവ് ഗാന്ധി കല്യാണം കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഇന്ത്യക്കാരിയാവാൻ, ഇന്ത്യ പൗരനാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ രജിസ്ട്രേഷനിലൂടെയാണ് സോണിയാഗാന്ധി എന്തായത്, ഇന്ത്യൻ പൗരയായിട്ട് മാറിയത്. അടുത്തത് ബൈ നാച്ചുറലൈസേഷൻ. 7 വർഷമോ അതിൽ കൂടുതലോ കാലം നമ്മുടെ ഇന്ത്യയിൽ താമസിച്ചിരിക്കുന്ന ഒരാൾക്ക്, അയാൾക്ക് നല്ല സ്വഭാവമാണ്, നല്ല ഒരു ക്യാരക്ടറും ഉണ്ടെങ്കിൽ നാച്ചുറലൈസേഷൻ വഴി, അതായത് ചിരകാല അധിവാസം മുഖേന എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇന്ത്യൻ പൗരയായിട്ട് മാറാനായിട്ട് പറ്റും. ഇങ്ങനെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന ആൾക്ക് അയാളുടെ അപേക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുകയും അതുവഴി ഗവൺമെന്റ് ഒരു സർട്ടിഫിക്കറ്റ് തെളിവായിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ് പതിവ്. ഇനി ബൈ നാച്ചുറലൈസേഷൻ വഴി
നമ്മുടെ ഇന്ത്യൻ പൗരയായിട്ട് മാറിയ ഫേമസ് ആയിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ മദർ തെരേസ. മദർ തെരേസ ബൈ നാച്ചുറലൈസേഷൻ വഴിയാണ് ഇന്ത്യൻ പൗരയായിട്ട് മാറിയത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഏതെങ്കിലും ഒരു പ്രദേശം ഇന്ത്യയുടെ ഭാഗമായി തീരുകയാണെങ്കിൽ ആ പ്രദേശത്തിന്റെ ബന്ധം അനുസരിച്ച് ഇന്ത്യൻ പൗരമായി തീരാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കും. അതനുസരിച്ചും ഇന്ത്യൻ പൗരനാകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം എത്ര മെത്തേഡായി? 5 മെത്തേഡായി. ഇനി ഈ 5 മെത്തേഡ് പഠിക്കാനുള്ള 5 മെത്തേഡ് പഠിക്കാനുള്ള ഷോർട്ട് കട്ടാണ് ബി ഡി റാണി എന്താണ്? ബൈ ബർത്ത്, ബൈ ഡെസെന്റ്, രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ, ദെൻ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇതെന്താണ് ഇങ്ങനെ ബി ഡി റാണി പഠിച്ചു വെക്കേണ്ട ആവശ്യം ചോദിച്ചാൽ ഓപ്ഷനിൽ തന്നിട്ട് താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള മെത്തേഡ് ഏത്, അല്ലെങ്കിൽ മെത്തേഡ് അല്ലാത്തത് ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മൾ ബി ഡി റാണി എന്ന് പറയുന്ന ഈ വേർഡ് ഓർമ്മിച്ചിരുന്നാൽ ഒരിക്കലും മറക്കത്തില്ല, ഒരു കൺഫ്യൂഷനും വരത്തില്ല. ബി ഡി റാണി മറക്കരുത്. ബെർത്ത്, ഡെസെന്റ്, രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. നെക്സ്റ്റ് നമുക്ക് എന്തായാലും ഇത് കിട്ടി. ഇനി നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ പൗരനായിട്ട് കാര്യമില്ല, എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നഷ്ടപ്പെടാനുള്ള മെത്തേഡുകൾ 3 എണ്ണമാണ്. ഒന്നാമത്തത് റിനൗൺസിയേഷൻ, രണ്ടാമത്തത് ടെർമിനേഷൻ, മൂന്നാമത്തത് ഡിപ്രിവേഷൻ. നഷ്ടപ്പെടാനുള്ള മെത്തേഡ് എത്ര എണ്ണമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 3 രീതിയിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പറ്റും എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി ഏതൊക്കെ രീതിയാണ്? റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവേഷൻ. ഇതെന്തൊക്കെയാണ്? ഒന്നാമത്തത് റിനൗൺസിയേഷൻ, പരിത്യാഗം എന്നാണ് റിനൗൺസിയേഷന്റെ മലയാളം. അതായത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഒരു അംഗം കൂടിയായ ഒരു ഇന്ത്യൻ പൗരൻ ഒരു നിർദ്ദിഷ്ട രീതിയിലുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ തൻ്റെ പൗരത്വം പരിത്യജിച്ചു, വേണ്ടാന്ന് വെച്ചു. അങ്ങനെയുള്ള പ്രഖ്യാപനം രജിസ്റ്റർ ചെയ്യുന്ന അവസരം മുതൽ അയാൾ ഇന്ത്യൻ പൗരനല്ലാതായിട്ട് മാറും. ഓക്കെ, അതായത് ഇപ്പോൾ ഇന്ത്യക്കാരനാണ് ഒരാൾ, അയാൾക്ക് UAE പൗരത്വം കിട്ടി. അയാൾ പറഞ്ഞു ഇനി മുതൽ എനിക്ക് എന്ത് വേണ്ട, എനിക്ക് ഇന്ത്യയുടെ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ഔദ്യോഗികമായിട്ട് രജിസ്റ്ററും ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. അതാണ് റിനൗൺസിയേഷനിൽ പറയുന്നത്. അടുത്തത് ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒന്നുകിൽ നേരത്തെ പറഞ്ഞ നാച്ചുറലൈസേഷൻ വഴി, അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ താമസിച്ച് കിട്ടിയ അതായത് നമ്മുടെ മദർ തെരേസയ്ക്ക് കിട്ടിയത്, ഇനി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വഴി, അതായത് നമ്മുടെ സോണിയാഗാന്ധിക്ക് പൗരത്വം കിട്ടിയ ഈ 2 മുഖേനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുഖേനയോ നമ്മൾ എന്ത് സമ്പാദിച്ചു? നമ്മുടെ ഇന്ത്യൻ പൗരത്വം സമ്പാദിച്ചു. പക്ഷേ അയാൾ എന്ത് ചെയ്തു? ഭരണഘടനയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിനെ പിൻവലിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഗവൺമെന്റിന് ഉണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്ത് കളയും. അതാണ് ടെർമിനേഷൻ മെത്തേഡ്. ഇനി ഡെപ്രിവേഷൻ ഉണ്ട്. ഡിപ്രിവേഷൻ എന്നാൽ പൗരത്വോപഹാരം എന്നാണ് അതിൻ്റെ മലയാളം. ഇതെന്താണ്? പൗരത്വ നിയമത്തിലെ ഇതനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ അല്ലെങ്കിൽ ഒരു പൗരത്വം തിരിച്ചെടുക്കാൻ പറ്റും. പാർലമെന്റ് ആണ് ഇത് ചെയ്യണത്. പൗരത്വം തിരിച്ചെടുക്കും. നമ്മുടെ അദ്നാൻ സ്വാമിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പൗരത്വം. ഓക്കെ, ഡിപ്രിവേഷൻ അതൊക്കെ രജിസ്ട്രേഷൻ മെത്തേഡിലൂടെ കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം 3 മെത്തേഡാണ് ഉള്ളത്. നമുക്ക് ലോസ് ആവാൻ വേണ്ടിയിട്ട് റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവേഷൻ. അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് RDT. ഓക്കെ, അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോഡ് BD റാണിയും RDT ആണ് ലോസ് ചെയ്യുന്ന മെത്തേഡ്സിന്റെ കോഡ്. ഇത്രയാണ് നമ്മൾ പൗരത്വത്തിന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം. അത് അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇനി നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഞാൻ തീർച്ചയായും പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.